വെൽക്കം ബാക്ക് ടു സണി സൈഡ്. ഇത് ഹോണ്ട CB350. ഇത് വണ്ടിയുടെ ഓണറാണ്, അനന്തകൃഷ്ണൻ. ഞാൻ അനന്തുന്നാണ് വിളിക്കുക. അപ്പോൾ അനന്തുവിൻ്റെ വണ്ടിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പൊതുവെ എൻ്റെ വണ്ടിയുടെ റിവ്യൂ ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓർത്തു എന്നെക്കാളും കൂടുതൽ ഓട്ടമുള്ള ഒരാളുടെ വീഡിയോ ചെയ്യുന്നത് കുറച്ചൊരു നല്ലതായിരിക്കില്ല എന്നുള്ളത്. ഇപ്പോൾ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് 2021 ലാസ്റ്റ് മോഡൽ, ഡിസംബർ മോഡലാണ്. 2.5 കൊല്ലമായി തന്നെ പറയാം. അപ്പോൾ കിലോമീറ്റർ ഓടിയിട്ട് എത്ര ഓടിയിട്ടുണ്ട്? 138,800. ഇപ്പോൾ 38,000 കിലോമീറ്റർ 2.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തൊരു വണ്ടിയാണ്. എൻ്റെ വണ്ടി 3.5 വർഷം കൊണ്ട് ആകെ 21,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് റൈഡൊക്കെ പോകാറുള്ളതാണ്. ഞാൻ പുള്ളിയോട് പറയും ചെയ്തു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. ഇന്ന് ഇങ്ങനെ സാഹചര്യം വന്നപ്പോൾ നമുക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി വണ്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? വണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വണ്ടിയിൽ? വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ റിഫൈൻമെന്റ്, അതാണ് ഏറ്റവും അതാണ് ആദ്യം നോക്കിയത്. ഇതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് മീറ്റിയോർ 350. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, മീറ്റിയോർ വേണോ ഇത് വേണോ എന്നുള്ളത്. അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് ഫ്ലിക്കബിലിറ്റി കുറവായിരുന്നു. റൈഡിംഗ് പോസ്ചർ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. ബാക്ക് ബോൺ ഓവർ ദ ടൈം ബാക്ക് ബോൺ പെയിൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഹോണ്ട എടുത്തത്. ഓൾമോസ്റ്റ് സെയിം വെയിറ്റ് ആണ്, ഈസി ടു മാനുവർ സിറ്റി ട്രാഫിക്. അതാണ് മെയിൻ പോയിന്റ്. ഇതിന്റെ എക്സോസ്റ്റ് നോട്ടും പിന്നെ റിഫൈൻമെന്റ്, ഇതൊക്കെയാണ് ഞാൻ ഹോണ്ട എടുക്കാനുള്ള മെയിൻ കാരണം. സത്യം പറഞ്ഞാൽ ഇപ്പോഴും പലർക്കും ഒരു കൺഫ്യൂഷൻ ആണ്, മീറ്റിയോർ വേണോ. എന്നോട് ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പലരും ചോദിക്കാറുണ്ട് മീറ്റിയോർ എടുക്കണോ ഹൈനസ് എടുക്കണോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് പില്യൻ വൈഫ് ഉണ്ട് കൂടെ. ലോങ് പോകുമ്പോൾ പില്യൻ കംഫർട്ട് ഭയങ്കരമാണ് മീറ്റിയോറിൽ. പക്ഷെ കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രൂസർ പൊസിഷൻ ആണല്ലോ. അപ്പൊ ഈ ഹൈ റേഞ്ച് ഒക്കെ കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇതിന് മുന്നേ തണ്ടർബേർഡ് ഇല്ലേ 350X, അതും കൊണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞത് മൂന്നാർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. വണ്ടി നമ്മളുടെ കംഫർട്ടിന് ഉണ്ടെങ്കിലേ വണ്ടി നമുക്ക് ഓടിക്കാനുള്ള ഫീലും തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും കിലോമീറ്ററിനകത്ത് ക്ലോക്ക് അപ്പ് ചെയ്തത്. പിന്നെ പലർക്കുള്ള കൺഫ്യൂഷൻ ആണ് സർവീസിന്റെ ഇഷ്യൂ. റോയൽ എൻഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും സർവീസ് ഉണ്ട്, ഇതെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. ഹോണ്ടന്റെ സർവീസ് കൊള്ളാം, അതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സർവീസ് സെന്റർ, നമ്പർ ഓഫ് സർവീസ് സെന്റേഴ്സ്, അതും ഇതിന്റെ പാർട്സ് അത് അവിടെ നിന്ന് കിട്ടുള്ളൂ. നമ്മള് സാധാരണ ഹോണ്ട ഷോറൂമിൽ സർവീസ് സെന്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്യില്ലെന്ന് പറയും. പിന്നെ പലരും പറഞ്ഞു ഏതൊക്കെയോ വണ്ടികളുടെ ഓയിൽ ഫിൽറ്റർ ഒക്കെ ഇതിന് സൂട്ടബിൾ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹോണ്ട ഷൈൻ അങ്ങനെ എന്തൊക്കെയോ. ഞാൻ അതിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം ഈ ലോങ് പോകുമ്പോ ഇതിന്റെ ഈ പാർട്സ് നമ്മൾ ആ സമയത്തുള്ള ഒരു ഇതിനായിരിക്കും നമ്മൾ എടുത്തത്. പക്ഷെ ലോങ് പോകുമ്പോ വഴി കിടന്നു കഴിഞ്ഞാൽ അത് അടുത്ത പ്രശ്നം. അടുത്ത സർവീസ് സെന്റർ ഒന്നുമില്ല. അപ്പൊ അതൊക്കെ മൈൻഡ് വെച്ചിട്ടാണ്. പക്ഷെ വഴി കിടക്കുന്നില്ല, ഇതുവരെ വഴി കിടന്നിട്ടില്ല. ആകെ പ്രശ്നം എനിക്ക് വന്നേക്കണ ABS സെൻസേഴ്സ് ആണ്. അതില് കരട് കയറി ABSന്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അത് എനിക്ക് ഇലക്ട്രോണിക് സിറ്റി വെച്ചിട്ടാണ് കിട്ടിയ, ഹൈവേ വെച്ചിട്ട്. ABS സെൻസർ ഫോൾട്ട് ഇഷ്യൂ വന്നു. ലൈറ്റ് എല്ലാം അതായത് ഒരു ക്രിസ്മസ് ട്രീ പോലെ ആയിരുന്നു. കറക്റ്റ് ക്രിസ്മസിന്റെ സമയത്ത് ക്രിസ്മസ് ട്രീ പോലെ ആയിരുന്നു. വണ്ടി 20-30 മേളിൽ പോകുന്നില്ല. അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ ആണ്. അത് സെൻസറിന്റെ ഇഷ്യൂ കാരണം. അത് ABS സെൻസർ പോയതിന്റെ. ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ട്. വണ്ടി ഒരു സ്പീഡിന് മേലെ പോവില്ല. ഗിയർ മാറാനും പറ്റില്ല. ഒബ്വിയസ്ലി നമ്മുടെ ഗിയറിംഗ് സിസ്റ്റം മോശമാണ്. അപ്പൊ 20-30 മേളിൽ പോകുന്നില്ല. ഞാൻ പിന്നെ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടുകൊണ്ടാണ് ഒരു 15-20 കിലോമീറ്റർ ഓടി വന്നത്. അത് സെൻസറിന്റെ ഇഷ്യൂ, വണ്ടിന്റെ പ്രശ്നം അങ്ങനെ തോന്നുന്നില്ല. സെൻസർ ഓൾമോസ്റ്റ് എല്ലാം വണ്ടിക്ക് ഇങ്ങനെ കരട് കയറി കഴിഞ്ഞാൽ സെൻസർ വർക്ക് ചെയ്തായിരിക്കും. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ യൂണിറ്റ് ഒക്കെ ആയിട്ട് ഇന്റർഫിയർ ചെയ്യും. അതാണ് അതിന്റെ ഇഷ്യൂ വന്നത്. അന്നേരവും ഇവര് AMC വിളിച്ചു, ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് മാധേവര് വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി. അതുകൊണ്ട് AMCയിൽ വലിയ പ്രശ്നമൊന്നും കാണില്ല. റോഡ് സൈഡ് അസിസ്റ്റന്റ് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എവിടെയാണെങ്കിലും വന്ന് എടുത്തോളൂ. അതിനെങ്ങനെ ചാർജ് വരുന്നപ്പോ? AMC നമുക്ക് ഉണ്ട്. നമ്മള് വണ്ടി മേടിച്ച സമയത്തായിരുന്നു, ഇൻക്ലൂഡഡ് പാക്കേജ് ആയിരുന്നു 2 ഇയേഴ്സിന്റെ. അപ്പൊ അത് ഫ്രീയാ. അപ്പോ 2 ഇയേഴ്സിനുള്ളിൽ AMC ഫ്രീ ആണ്. AMC ഈ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഫ്രീ ആണ്. 3 to 4 എങ്ങാണ്ടോ ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്രയും കൺഫേം ആയിട്ട് അറിയില്ല. പിന്നെ ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഇപ്പം AMC പുതുക്കി എടുത്തിട്ടുണ്ട്. അത് 10,000 രൂപയാണ്. അപ്പൊ AMC റോഡ് സൈഡ് അസിസ്റ്റൻസ് സെപ്പറേറ്റ് അല്ല, ഒറ്റ പാക്കേജ്. AMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുറെ ഈ ലേബർ ചാർജ് ഇല്ലാണ്ടാവും. പിന്നെ ഡിസ്കൗണ്ട്സ് കാണും. 5 to 15% ഡിസ്കൗണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓരോ പാർട്സിന്. എഞ്ചിൻ ഓയിൽ എങ്ങാണ്ടോ ഫ്രീ ആണ്. അധികം ഓട്ടോ ഉള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ ഒരു കൊല്ലം 10,000 കിലോമീറ്റർ ഓടിയാലേ എനിക്ക് 1.5 മാസം കൂടുമ്പോ സർവീസ്, 2 മാസം കൂടുമ്പോ സർവീസ് വരുന്നുണ്ട്. അതായത് 6,000 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പൊ ഈ 6 മാസം കൂടുമ്പോഴും എനിക്ക് അല്ലെങ്കിൽ 6,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്ക് എന്റെ ഒരു 3,800-4,000 രൂപ പോകുന്നുണ്ട്. സർവീസ് കോസ്റ്റ്ലി ആണ്. ഹോണ്ടന്റെ ബിഗ് വിങ്ങിന്റെ സർവീസ് കോസ്റ്റ്ലി ആണ്. അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഈ AMC എടുത്തത്. അതെടുത്തപ്പോഴത്തേക്ക് എന്റെ ഈ 3,800 രൂപന്റെ സർവീസ് ഒരു 1,000-ന്റെ താഴെയായി. അത് ശരി. അപ്പൊ എല്ലാവരും 2 മാസം കൂടുമ്പോൾ ഒരു 1,000
1000 വരുന്നുള്ളൂ. അത് ശരി, ഓക്കെ. 10,000 രൂപയാണ് AMC ഒരു വർഷത്തേക്ക്. ഞാൻ നോക്കുമ്പോ എനിക്ക് ഒരു വർഷം 5-6 സർവീസ് വരുന്നുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അത് എല്ലാം ഞാൻ മാസവും ചെക്കപ്പും ചെയ്യുന്നുണ്ട്. മെയിൻറ്റൈൻ ആയിട്ട് നടക്കണമല്ലോ വണ്ടി. പിന്നെ എഞ്ചിൻ ഓയിൽ ഫ്രീ ആണ്. AMC പാക്കേജ് വരുന്നതാണ്. പിന്നെ അതൊക്കെ സർവീസ് ഇതുണ്ട്. സർവീസ് ലേബർ ചാർജ് ഇല്ല. സ്പെയറിന് പൈസ മാത്രം ഇതുണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്. എയർ ഫിൽറ്ററിന് 25% കണ്ട ഡിസ്കൗണ്ട്. അതാണ് എല്ലാം കൂടെ ആഡപ്പ് ചെയ്യുമ്പോൾ 1000 താഴെ വരുന്നത്. അപ്പൊ അതൊരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഹോണ്ട CB350, അപ്പൊ ഹൈനസ് ആയിക്കോട്ടെ, RS ആയിക്കോട്ടെ, അതിൽ ഇപ്പൊ ഇറങ്ങുന്ന ക്ലാസിക് വേർഷൻ ആയിക്കോട്ടെ, റോഡ് സൈഡ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ AMCയും കൂടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു 10,000 അല്ലേ വരുന്നത്. AMC 10,000 എടുത്തു കഴിഞ്ഞാൽ ഓട്ടമുള്ള ആൾക്കാർ, നോട്ട് പോയിന്റ്, ഓട്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് എടുക്കാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ ഇപ്പൊ പുള്ളിക്ക് എല്ലാ 2 മാസം കൂടുമ്പോൾ സർവീസ് വരുന്നുണ്ട്. അത് ഓൺ ആൻ ആവറേജ് ഇപ്പൊ എനിക്കും 3,500 ഒക്കെ ഇവിടെ ബാംഗ്ലൂർ വരാറുണ്ട്. അതെല്ലാ 2 മാസം കൂടുമ്പോൾ 3,500 എത്ര രൂപ ഒരു കൊല്ലം വരും. അങ്ങനെ നോക്കുമ്പോൾ AMC എടുക്കുന്നത് ആക്ച്വലി നല്ലതാണ്. അതിങ്ങനെ സ്പെയർസിന് ഡിസ്കൗണ്ട് ഉള്ളതാണ് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. സ്പെയർസ് ഡിസ്കൗണ്ടും നോ ലേബർ ചാർജ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കാണുമ്പോൾ അത്യാവശ്യം ആക്സസറീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? വണ്ടി മേടിച്ച ഉടനെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ക്രാഷ് ഗാർഡ്, സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് വേണ്ടെന്ന് പറഞ്ഞു. അതൊരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. CB350 എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ സ്റ്റോക്ക് ക്രാഷ് ഗാർഡ് നിങ്ങൾ വാങ്ങിക്കുകയോ ചെയ്യരുത്. അത് ഹോളോ ട്യൂബ്സ് ആണ്. അത് അതിന്റെ ഈവന്റ് ഓഫ് ക്രാഷില് ടാങ്ക് ചളങ്ങും. അതിന്റെ യൂസേ ഇല്ല. ആദ്യമേ അതെടുത്ത് മാറ്റാൻ പറഞ്ഞു. സാനേന്റെ ക്രാഷ് ഗാർഡ് വെച്ചു. പിന്നെ വന്നത് എനിക്ക് ഇതിന്റെ ലൈറ്റ്സ്, സ്റ്റോക്ക് ലൈറ്റ്സ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്കും ഒട്ടുമില്ല. നൈറ്റ് ഡ്രൈവിംഗ് ഒട്ടും ശരി. എന്റെ ഹൈവേ യൂസിനും നൈറ്റ് റൈഡിംഗിനൊന്നും സ്റ്റോക്ക് ലൈറ്റ് പറ്റില്ല. ഇതിപ്പോ SJGന്റെ പ്രൊജക്ടർ സെറ്റപ്പ് ആണ്. ഫോക്കസ് അല്ല, വൈഡ് സ്പ്രെഡ് ആണ്. പിന്നെ മാറ്റിയത് ഇതിന്റെ ടൂറിംഗ് പർപ്പസിനും സാഡിൽ സ്റ്റേയും കാരിയറും. സാഡിൽ സ്റ്റേയും ബാക്ക് ട്രാക്കും മാത്രമേ വെച്ചുള്ളൂ. ടോപ്പ് ബോക്സ് ഒന്നും വെച്ചില്ല. അതിന് മാത്രം ഞാൻ ഇത് റാക്കിന് പകരം നമ്മള് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. സാഡിൽ ബാഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം സാഡിൽ ബാഗ്സ് എനിക്ക് തോന്നുന്നു, ഞാൻ പൊതുവെ പാനിയർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു സാഡിൽ ബാഗിൽ കുറെ കൂടി ക്വാണ്ടിറ്റി സാധനങ്ങൾ കയറുന്നു അല്ലേ. എനിക്കങ്ങനെ തോന്നിയത്. പക്ഷെ എന്റെ ഒരു കൺസേൺ നമ്മൾ എവിടെയും നിർത്തി എന്തെങ്കിലും കഴിക്കാനൊക്കെ അങ്ങോട്ട് നീങ്ങുമ്പോൾ ഈ സേഫ്റ്റി കൺസേൺ ഉണ്ട്. ബാഗ്സിന് സേഫ്റ്റി കൺസേൺ ഉണ്ട്. ടോപ്പ് ബോക്സ് കുറച്ചുകൂടെ നമുക്ക് എവിടെയെങ്കിലും ആ ഒരു കൺസേൺ അതെ 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 ബ്രേക്ക് എടുത്ത് നമ്മൾ കഴിക്കാനൊക്കെ കയറുകയാണെങ്കിൽ എപ്പോഴും ഒരു പേടി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അതൊരു കൺസേൺ ആണ്. അതുകൊണ്ട് എനിക്കിപ്പം സോളോ പോവാണെങ്കിൽ ഞാൻ മിക്കവാറും സോളോ ആണ് പോകുന്നത്. സേഫ്റ്റി കൺസേൺ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും നിർത്തി വണ്ടിയിൽ നിന്ന് നമുക്കൊന്ന് കണ്ണെടുത്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ നോക്കിയത് എന്റെ റൈഡിംഗ് പൊസിഷൻ, ഹാൻഡിൽ ബാർ. അത് ഞാൻ റേസ് ചെയ്തു. കാർബൺ റേസിംഗിന്റെ അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ബാർ കുറെ കൂടി വൈഡ് ആയിട്ടുണ്ടോ? വൈഡ് ഇത് സ്റ്റോക്ക് ബാർ തന്നെയാണ്. കുറച്ചൊന്ന് ഹൈറ്റ് കൂട്ടിയെന്നേ ഉള്ളൂ. അപ്പൊ എന്റെ കുറച്ചുകൂടി അടുത്തേക്ക് കുറച്ചുകൂടെ അടുത്തായി, അപ്രൈറ്റ് പൊസിഷനായി. പിന്നെ ഞാൻ വെച്ചത് ഹാൻഡ് ഗാർഡ് ആക്ച്വലി വെക്കുന്നത് നല്ലതാണ്. കാരണം ആക്ച്വലി 1-2 വർഷം ഞാൻ തന്നെ, എനിക്ക് തോന്നുന്നു പുള്ളി കുറെ ഓഫ് റോഡ്സ് ഒക്കെ പോകുന്നതാണ്. അങ്ങനെ അത്യാവശ്യം പോലെ കൈ ഇത് കാരണമാണ് ഞാൻ സേവ് ചെയ്തത്. കൈയും ആക്ച്വലി ലിവർ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ പൊട്ടിയങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇങ്ങനെ റാ ഷേപ്പിൽ വളഞ്ഞു വരും. എവിഡൻസ് ഒക്കെ ഉണ്ട്. ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ്. അതെ. അപ്പൊ ഒരു ഹാൻഡ് ഗാർഡ്സ് നിയർലി 1,000-1,200 റുപ്പീസ് ഒക്കെ ചെലവ് വരുന്നുള്ളൂ. അത് ഒരെണ്ണം വെക്കാം. ഈ ഹോണ്ടയുടെ ആക്സസറീസിൽ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് ഇല്ല. അത് ഓൾ ഷോ ലോഗോ ആണ്. അതെ ഒരു പ്ലാസ്റ്റിക് ഫീൽ മാത്രമാണ്. അത് ജസ്റ്റ് ആ ഒരു ലുക്ക് കാണാനുള്ള ഒരു പിന്നെ വിൻ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. ഇത് എന്തെങ്കിലും ഇമ്പാക്ട് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനം വെക്കുന്നതായിരിക്കും കുറെ കൂടി നല്ലത്. കൂടിയത് വെക്കണമെങ്കിൽ ബാക്ക് ബസ്റ്റേഴ്സ് ഒക്കെ വെക്കാം, ഒരു 14-15 മുടക്കാനുണ്ടെങ്കിൽ. പിന്നെ ചെയ്തേക്കണത് മഡ് ഗാർഡ്. ശരിക്കും ഇതിന്റെ സ്റ്റോക്ക് ഡിസൈനില് ചെളി നല്ല രീതിയിൽ ഫ്രണ്ടും ബാക്കിലും ഇറങ്ങുന്നുണ്ട്. ഇത് കമ്പനിന്ന് ചെയ്താ. ഓക്കെ. ഇപ്പൊ കമ്പനിന്ന് ചെയ്തു കൊടുക്കും. ഞാനൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. പിന്നെ പുറകില് നമ്മൾ RX-100ന്റെ മഡ് ഫ്ലാപ്പ്, ഞാനും അത് തന്നെയാണ് RX-100ന്റെ മഡ് ഫ്ലാപ്പ് തന്നെ ഞാനും കെട്ടി വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുള്ള് ചെളി അടിച്ച് ഇവിടെ മൊത്തം സെൻസേഴ്സ് ആണ്. സെൻസേഴ്സ് മൊത്തം ഡാമേജ് ആവും. കാലിലേക്കും ചെളി കാലിലേക്കും. ഇവിടെ നമ്മള് ലോങ് ഒക്കെ പോകുമ്പോ ഇവിടെ നല്ല പാറ്റേൺ. പിന്നെ ഉള്ളത് ബ്രേക്ക് പാഡ്സ്. എനിക്ക് സ്റ്റോക്ക് ബ്രേക്ക് പാഡ്സ് 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ശരി. ഞാൻ വഴിയിൽ ഫ്രണ്ടും ബാക്കും എല്ലാം. അത് ശരി. എനിക്ക് 4000 കറക്റ്റ് 4200 കണ്ടെന്ന് തോന്നുന്നു. ബ്രേക്ക് പിടിച്ചു, ബ്രേക്ക് ഇല്ല. ബ്രേക്ക് പാഡ് പോയി. മെറ്റലും തമ്മിയാണ് പറഞ്ഞോണ്ടിരുന്നത്. 4000 കിലോമീറ്റർ. ഇത് രണ്ടാമത് പിന്നെ 8000 കിലോമീറ്റർ മാറി. ഞാൻ എന്റെ ഡ്രൈവിംഗ് പാറ്റേണിലായിരിക്കും. ഞാൻ വണ്ടി മേടിച്ചില്ലുള്ളൂ. എന്റെ ഡ്രൈവിംഗ് സ്റ്റൈലിൽ കാരണമായിരിക്കും. പിന്നെ ബാംഗ്ലൂർ സിറ്റി ട്രാഫിക്കിലല്ലേ ഫുൾ ബ്രേക്ക് ആണ്. ചിലപ്പോ അതായിരിക്കും പെട്ടെന്ന് തീർന്നു പോയത്. എന്നിട്ട് സിറ്റി ട്രാഫിക്കിലായിട്ടും കൂടി ഓൾമോസ്റ്റ് 10,000 കിട്ടുന്നുണ്ട് ബെസ്റ്റ് റൈഡിൽ.
അല്ല വെസ്റ ഞാൻ പിന്നെയാണ് മേടിച്ചത്. ഓക്കെ ഓക്കെ. ഈ 4000 സ്റ്റോക്ക് മാറ്റി. വീണ്ടും സ്റ്റോക്ക് തന്നെയാണ് ഇട്ടത്. പിന്നെയും സ്റ്റോക്ക് തന്നെ ഇട്ടത്. ഞാൻ ഫസ്റ്റ് അത് ഞാൻ പറഞ്ഞേ, ഫസ്റ്റ് ഞാൻ എന്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന്റെ പ്രശ്നമായിരിക്കും. പിന്നെയും 8000 ആയപ്പോ പിന്നെയും പോയി. അത് ശരി. അപ്പൊ പിന്നെ മാറാന്ന് വെച്ചു. ബേസിക്കലി സ്റ്റോക്കിന്റെ ലൈഫ് 4000 വരുന്നു. 4000 ഉള്ളൂ. പിന്നെ സെറാമിക്കിലേക്ക് മാറ്റി, പിന്നെ മാറ്റിയിട്ടില്ല. 8000 കിലോമീറ്റേഴ്സിൽ മാറിയിട്ടാണ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ മോർ ദൻ ഓൾമോസ്റ്റ് 20,000 കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്റെ ബാക്ക് മാത്രമേ വെസർ ഇട്ടിട്ടുള്ളത്, ഫ്രണ്ട് ലൈഫ് മാത്രമല്ല, ബൈറ്റും കൂടുതലാണ്. റെയിനില് പെർഫോമൻസും നല്ലതാണ്. അത് ശരി. ഓക്കെ. ഓർഗാനിക് പാഡ്സ് ഭയങ്കര കുറവ് ബ്രേക്കിംഗ് കേട്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എന്റെ ഫ്രണ്ട് കൂടി റീപ്ലേസ് ചെയ്യാറുണ്ട്, മാറിക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവുന്ന വിശ്വസിക്കാം. അപ്പൊ നമ്മൾ ആക്സസറീസിന്റെ പറഞ്ഞു. ഇനി നമുക്ക് നോക്കണ്ടേ, ഞാൻ നോക്കുമ്പോൾ വണ്ടിയുടെ ടയർ മാറിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 38,000 കിലോമീറ്റേഴ്സ് ഓടിയ വണ്ടിയാണ്. എത്ര ടയർ മാറിയിട്ടുണ്ട് ഇപ്പൊ? റിയർ ടയർ ഇത് തേർഡ് സെറ്റ് ആണ്. ഫ്രണ്ട് ടയർ ഇത് സെക്കൻഡ് സെറ്റ് ആണ്. അത് ശരി. സ്റ്റോക്ക് ടയർ എനിക്ക് MRF-ന്റെ സ്റ്റോക്ക് ടയർ വരുന്നത്. അതൊരു 60 കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ 80-ലാകുമ്പോൾ വോബ്ലിംഗ് ഇഷ്യൂസ് ഉണ്ട്. ഫ്രണ്ട് വോബ്ലിംഗ് നല്ല രീതിയിൽ വോബ്ലിംഗ് ഉണ്ടായിരുന്നു. എത്ര കിലോമീറ്ററിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? അതൊരു 3,500 4,000 ആയപ്പോഴത്തേക്കും എനിക്കൊന്ന് ആ ഒരു ടയർ വെട്ടി തെഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വോബ്ലിംഗ് അതാണെന്ന് തോന്നുന്നു. എനിക്ക് 2,000 കിലോമീറ്റേഴ്സിലാണ് തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതെ. പിന്നെ ഇത് ടയർ പക്ഷെ ലാസ്റ്റ് ചെയ്തു. 17,000 ആയപ്പോഴാണ് മാറിയത്. ബാക്ക് ടയർ രണ്ടും ഓടിച്ചു. ഞാൻ 2000 ഫ്രണ്ട് ടയർ മാറി. വോബ്ലിംഗ് പക്ഷെ സ്റ്റാർട്ട് ചെയ്തത് 3,500 4,000 ഒരു 12,000 വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് പിന്നെ പോയി. അത് ശരി. തന്നെ നിന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു അങ്ങനെ വന്നതാ. പിന്നെ എനിക്ക് അന്നേരം ഒരു ലോങ് റൈഡ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വീക്കെൻഡ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് പോവാ. അത് ഈ സ്റ്റോക്ക് ടയറും വെച്ച് ഹൈനസിൽ കുറെ ഓഫ് റോഡ് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹൈനസ് കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരെ കണ്ടില്ല, പോകുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ കണ്ടേക്കുന്നതിൽ ഒരാളാണ് ഇതാണ്. പുള്ളിയുടെ കൂടെ ഇപ്പൊ ഞാനും ആ ഭ്രാന്ത് കേട്ട് ഞാനിപ്പോ ഒരു ചെറിയ രീതിക്കുള്ള ഓഫ് റോഡൊക്കെ ഞാനും ചെറുതായിട്ടൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ട്രെയിലാർ മോഡലാന്ന് തോന്നുന്നല്ലേ? എന്റെ ട്രെയിലാറാണ്, റേസിന്റെ. ഇത് ടൂറാർ 50-50 ഹൈവേയും ഓഫ് റോഡ്. ഫ്രണ്ട് കിടക്കുന്നത് റാൽക്കോന്റെ. അതാ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ടയർ ആണത്. ഓക്കെ. റാൽക്കോന്റെ ആണെങ്കിൽ തേഞ്ഞു പോകുന്നില്ല, വോബ്ലിംഗ് ഇഷ്യൂ ഒന്നുമില്ല. പക്ഷെ റോഡ് നോയ്സ് ഉണ്ട് എന്തായാലും, ഓബിയസ്ലി ബ്ലോക്ക് പാറ്റേൺ ഉണ്ട്. പക്ഷെ പുറത്ത് റാൽക്കോ പെട്ടെന്ന് തീർന്നു പോയി. ഒരു 5,000-6,000 ആയപ്പോഴത്തേക്കും പോയി. അത് ഡ്യുവൽ പർപ്പസ് ടയർസ് ആണോ അതോ ഡ്യുവൽ പർപ്പസ് ആണോ അറിയില്ല. ബ്ലോക്ക് പാറ്റേൺ. പക്ഷെ ഇതിന്റെ ഹൈനസിന് ടയർ ഓപ്ഷൻസ് കുറവാണ്. ഇപ്പൊ കുറച്ച് റീസിന്റെ കുറച്ച് വന്ന റീസ് നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് മോഡല്. പിന്നെ നല്ല ഗ്രിപ്പ് ഉണ്ട്. റാൽക്കോനെക്കാളും നല്ല ഗ്രിപ്പ്. ടൂറാർ വെറ്റ് ഗ്രിപ്പ് നല്ലതാണ്. ഇത് ഇട്ടോണ്ട് ഇപ്പം നമ്മള് നോർമൽ ഹൈവേ റണ്ണില് ഒരു ചെറിയൊരു വെറ്റ് പാച്ച് വന്നു കഴിഞ്ഞാൽ വണ്ടി പാളും. റാൽക്കോ പുറത്തായിരുന്നപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു എണ്ണേന്റെ മേളിൽ ഓടിക്കണ പോലെ. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഓഫ് റോഡും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഓഫ് റോഡ് കുറച്ചുകൂടെ കൂടി. അപ്പൊ നമുക്ക് ഇത്ര നേരം വണ്ടിയെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇനി വണ്ടിയില് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നോക്കിയിരിക്കണ പാർട്ട്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതിന്റെ CB350 ഓടിച്ച് ഈ 2.5 കൊല്ലം ഉപയോഗിച്ചിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രേക്ക് പാഡ്സ് ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് പാഡ് മോശമാണ്. ഒരു 4,000 ഒക്കെ മാക്സിമം ലൈഫ് ഇല്ല, ബൈറ്റ് ഇല്ല. അതെ. പിന്നെ എന്തിനാണ് ഈ ബ്രേക്ക് പാഡ് പണി വെച്ചത് എനിക്ക് റേറ്റ് എന്താ വരുന്നത് സ്റ്റോക്കിന്റെ? 900 റുപ്പീസ് അത്രയൊക്കെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ പിന്നെ വെസ്റയ്ക്ക് 1,300 കൊടുത്ത് അത് സെറാമിക് ആണ്. കുറച്ചുകൂടെ ബൈറ്റ് ഉണ്ട്, ലൈഫും ഉണ്ട്. കാരണം ഈ ബ്രേക്ക് പാഡ് മാറിയ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് 2-3 ഇൻസിഡന്റ് ഈ ബ്രേക്ക് പാഡ് കാരണം മാത്രമേ ഞാൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. മനസ്സിലായി. സ്റ്റോപ്പിംഗ് പവർ കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ഓക്കെ. പിന്നെ ഇതുണ്ട്, ഈ ബ്രേക്ക് സൗണ്ട് ഉണ്ടല്ലോ പിടിക്കുമ്പോ. ഓർഗാനിക്കില് ഭയങ്കര ഈ KSRTCന്റെ ബ്രേക്ക് പിടിക്കില്ല, അതുപോലെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതിനങ്ങനെയില്ല. വേറെ ഉള്ളത് നമ്മുടെ സൈഡ് മിറർ. സൈഡ് മിറർ ഒരു കാര്യത്തിനും കൊള്ളൂല. അത് ഞാനും മാറിയിട്ടുണ്ട്. ഞാൻ ഒന്നും കാണില്ല. വണ്ടിന്റെ ഓവറോൾ ലുക്സിന് മാച്ച് ചെയ്യുന്നതിന്റെ അനുസരിച്ചാണ് ഡിസൈൻ ചെയ്തത്. ക്രോം ഫിനിഷ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അത് എനിക്കും തോന്നിയിട്ടുണ്ട് പർപ്പസ് ഒട്ടും സെർവില്ല. എസ്പെഷ്യലി ഹൈവേസിലൊക്കെ വരുമ്പോൾ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഒരു പ്രോപ്പർ സൈഡ് മിറർ നോക്കി നടക്കുവാണ്. ആക്ച്വലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഹോണ്ട CB300R മിറേഴ്സ്. ഡയറക്ട് ഫിറ്റ് ആണ്. എനിക്ക് ഒരു മിററിന് നിയർലി 725 അങ്ങനെ എന്തോ 1,500 രണ്ടും നമുക്ക് ബിഗ് വിങ് തന്നെ അവർ മാറ്റി തരും. വേറെ കുറച്ച് മാനുഫാക്ചറിംഗ് ഡിഫക്ട്സ് ഉണ്ട്. ഡിസൈൻ ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാണ് എക്സ്പോസ്ഡ്. ആ ഓട്ടോ സെൻസറിന്റെ വയർ. ഇത് പ്ലാസ്റ്റിക് ആണ്. ഓവർ ദ ടൈം അത് ബ്രിട്ടിലാവും. അത് ബ്രേക്ക് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നാമത് എക്സോസ്റ്റിന്റെ അവിടെയാണ് മെൽറ്റ് ആവാനും ചാൻസ് ഉണ്ട്. ഇത് സർവീസ് സെന്ററിൽ കാണിച്ചില്ലായിരുന്നു. സർവീസ് സെന്ററിൽ കാണിച്ചപ്പോൾ ഇത്
OEM പ്രശ്നമാണ്, അത് ശരി. പക്ഷെ എനിക്ക് ഇതുവരെ ആ പ്രശ്നം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണത്. ഓക്കെ ഓക്കെ. പക്ഷെ എന്റെ ഇത്ര കാര്യം വന്നിട്ടില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലോട്ടിന് കുറച്ചുകൂടെ ഗ്യാപ്പ് കുറവാ. അത് എനിക്ക് തോന്നില്ല. ഫസ്റ്റ് ലോട്ടിൽ ആക്ച്വലി ക്വാളിറ്റി വൈസ് തന്നെ ഭയങ്കര വ്യത്യാസം. അത് നോട്ടബിൾ ഒരു കാര്യമാണ്. ഫസ്റ്റ് ലോട്ട് സാധാരണ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ലോട്ട് നല്ല ഡിഫക്റ്റ് ആണ്, അതിൽ പിന്നെ R&D ചെയ്തിട്ടാണ് സെക്കൻഡ് ലോട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇറക്കണം. ഇത് നേരെ തിരിഞ്ഞാ വന്നത്. ഫസ്റ്റ് ലോട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി, കാരണം ഫസ്റ്റ് ലോട്ടില് ഈ ഒരു എക്സോസ്റ്റിന്റെ ബ്ലാക്കനിങ് ഇഷ്യൂ വന്നിട്ടില്ല. ഇത് റസ്റ്റ് അല്ല, ഓക്സിഡൈസേഷൻ ആയതാണ്. അത് ശരി. വണ്ടി ചൂട്, എക്സോസ്റ്റ് ചൂടായിട്ട്. അപ്പൊ വാറണ്ടിയിൽ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇത് റീപ്ലേസ് ചെയ്ത് വാറണ്ടിയിൽ റീപ്ലേസ് ചെയ്ത് കിട്ടും പറഞ്ഞു. 10 ദിവസം സർവീസ് സെന്ററിൽ കിടക്കണം. 10 ദിവസം വണ്ടി അവിടെ വെച്ചിട്ട് പോകണം. അവിടെ നമ്മളെന്ത് ചെയ്യും? 10 ദിവസം ആകെ ഉള്ള വണ്ടി ഇത് 10 ദിവസം നടക്കാനും പറ്റില്ല. അതെ അതെ അതെ. അവര് പറഞ്ഞേക്കണേ 10 ദിവസം അവിടെ നിർത്തണം, ഫാക്ടറിയിൽ നിന്ന് ആള് വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യും. അപ്പൊ വണ്ടി എവിഡൻസ് ആയിട്ട് അവിടെ വെക്കണം. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത്, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ പോരെ. വീഡിയോ കോൾ ചെയ്ത് വണ്ടി എന്റെ കയ്യിൽ ഇരിക്കട്ടെ, വീഡിയോ കോൾ ചെയ്ത് വണ്ടി കാണിച്ചാൽ പോരെ. ഈ ഒരു ടെക്നോളജി ഉള്ള സമയത്ത് വണ്ടി അവിടെ വെച്ച് ഫിസിക്കൽ എവിഡൻസ് വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഈ ഒരു ഇഷ്യൂ പലരും പലർക്കും ഉള്ളൊരു കൺസേൺ ആണ്. അതങ്ങനെ പോകത്തുമില്ല. നമ്മൾ എത്ര പോളിഷ് ഇട്ട് റബ്ബ് ചെയ്താലും, ഏത് മെറ്റൽ പോളിഷ് ഇട്ട് പിടിച്ചാലും ഒന്നും വരത്തില്ല. ശരി. ഇതൊന്നും എന്റെ വണ്ടിക്കില്ല കേട്ടോ. എന്റെ ഇപ്പൊ 2021 ലോട്ടാണ്, പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഇനി ഇപ്പോഴത്തെ റീസെന്റ് എനിക്കറിയില്ല, അത് അത്ര ഓടിച്ചാലേ ഇനി അറിയാൻ പറ്റുള്ളൂ. പെയിന്റ് ചിപ്പ് ഓഫ് അങ്ങനെ വല്ലതും ഉണ്ടോ? അത് ഇഷ്ടം പോലെ ഉണ്ട്. പെയിന്റ് ചിപ്പ് ഓഫ് ഉണ്ട്, റസ്റ്റ് ഇഷ്യൂ ഉണ്ട്. റസ്റ്റ് ഇഷ്യൂ കൂടുതലും വരുന്നത് ഫ്രെയിമിൽ ഈ വെൽഡ് പോയിന്റ്സ്, വെൽഡിംഗ് പോയിന്റ്സിലാണ്. അതൊരു ഭയങ്കര സേഫ്റ്റി കൺസേൺ ആണ്. ഉള്ള വെൽഡ് പോയിന്റ്സിൽ ഈ ഹിമാലയന്റെ ഷാസിയൊക്കെ ഒടിഞ്ഞു ആ ഒരു കൺസേൺ വെച്ച്. അല്ല, ഇതൊക്കെ സർവീസ് സെന്ററിൽ പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ഞാൻ വണ്ടി മേടിച്ചത് നാട്ടിലാകെ ഒരു വണ്ടി മേടിച്ചതിന്റെ ആ ഒരു റണ്ണിങ് പീരീഡ് സർവീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് സർവീസ്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് ചെയ്തു. നാട്ടിൽ എനിക്ക് ബെറ്റർ ആയിട്ടാണ്, കാരണം എന്റെ ഫ്രണ്ട്സ് പറയണത് അവിടുത്തെ അവര് കുറച്ചുകൂടെ കൺസേൺ ആയിട്ട് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാംഗ്ലൂരിലെ സർവീസ് സെന്റർ ഞാൻ കൊടുത്തപ്പോ അവര് പറയണത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരു 100 രൂപ 150 രൂപന്റെ ബ്ലാക്ക് സ്പ്രേ മേടിക്കൂ, അടിക്കൂ. അവരെടുത്ത് കൊടുത്തതും എന്റെ അടുത്ത് ആ സർവീസ് സെന്ററിൽ ഒരു 5-6 മണിക്കൂർ അവര് ഇരുത്തി അവിടെ. അവരെ അടിച്ചതും ഇത് തന്നെയാണ്. ജസ്റ്റ് സ്പ്രേ മേടിക്കുക, അടിക്കുക. സർവീസ് സെന്റർ സംസാരിച്ചല്ലോ, വേറെ മെയിൽ അയക്കി അങ്ങനത്തെ പ്രശ്നം ചെയ്തില്ല. അവരെന്തെങ്കിലും ചെയ്യുന്നതാണ്, അവർക്ക് കാശ് കിട്ടിയാൽ മതി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു വാറന്റി ഉള്ള വണ്ടികളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഹോണ്ട എന്ന ബ്രാൻഡ് ശരിക്കും റെക്ടിഫൈ ചെയ്ത് തരേണ്ടതാണ്. എനിക്കറിയില്ല, പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ പെയിന്റ് ചിപ്പ് ഓഫിന്റെ ഇഷ്യൂ, ഈ തുരുമ്പിന്റെ പ്രശ്നങ്ങളൊക്കെ. എന്റെ വണ്ടിയിലില്ല, ദൈവം സഹായിച്ചു. 3.5 വർഷം കഴിഞ്ഞ് എന്റെ വണ്ടിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ കുറെ വണ്ടികൾ ഇപ്പോൾ പുള്ളിയുടെ വണ്ടിക്കടക്കം ഈ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ഹോണ്ട റെക്ടിഫൈ ചെയ്താൽ കുറെ കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഹൈ ടൈം ആയി റെക്ടിഫൈ ചെയ്യേണ്ട സമയം. ഞാൻ ഈയിടെ കൊച്ചിയിൽ പോയി, ഞാൻ ബൈക്കിലായിരുന്നു, കൊച്ചിയിൽ ഞാൻ മേടിച്ച ഷോറൂമിൽ പോയി, മരട് ഷോറൂം. അവരിത് ഭയങ്കര കൺസേൺ ആയിട്ട് എടുത്തു. വണ്ടി ഇനി കൊണ്ടുവരുമ്പോ വിത്തിൻ 1 ഡേ വേണമെങ്കിൽ ഇത് മൊത്തം അഴിച്ച് പെയിന്റ് ചെയ്ത് തരാന്നാ പറഞ്ഞത്. പക്ഷെ വണ്ടി ഇത് മൊത്തം ഈ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയ, ഫ്രെയിമും വെൽഡ് പോയിന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഇവിടെ ഒരു സ്പ്രേ പെയിന്റ് 100 രൂപന്റെ സ്പ്രേ പെയിന്റ് മേടിച്ചു. ഞാൻ കണ്ടതാ. എനിക്ക് നമുക്ക് ഇതാണല്ലോ ഈ വിസിബിലിറ്റി ഉണ്ടല്ലോ, കസ്റ്റമർ ലോഞ്ചും സർവീസും ഒരു ഗ്ലാസ് ഏരിയ ഉണ്ടല്ലോ, അവര് ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ പെയിന്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പെയിന്റ് അടിച്ചു വിട്ടു. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ചിപ്പ് ഓഫ്, അത് എല്ലാ ഏരിയയിലും ഉണ്ട്. ഈ സ്വിച്ചസിൽ വരെ പെയിന്റ് പോയിട്ടുണ്ടല്ലേ? സ്വിച്ചസിൽ വരെ പെയിന്റ് പോയിട്ടുണ്ട്. ഇവിടെ ഇതൊരു 10,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും പോയി തുടങ്ങി. അത് ശരി. ഇവിടെ പോയി പെയിന്റ് ചിപ്പ് ഓഫ് ഉണ്ടല്ലേ? ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇവിടെ പെയിന്റ് ചിപ്പ് ഓഫ് ഉണ്ട്. നമ്മളൊരു പോളിഷിംഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പെയിന്റ് ചിപ്പ് ഓഫ്. ഇപ്പം പ്രഷർ വാഷ് ഒക്കെ ചെയ്യുമ്പോ ഇത് പ്രഷർ വാഷ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അത്രയും ക്വാളിറ്റി ഉള്ളൂ പെയിന്റിന്. അത് ഡിസൈൻ ഫ്ലോ ആണ്, ഒരു കോമഡി രീതിയിൽ എടുക്കാം. അതതിന്റെ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇൻ കേസ് ഒരു ആക്സിഡന്റ് ആയി, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് സ്പോട്ട് എടുക്കണം. ഇതിന്റെ ഭയങ്കര കോമഡിയാണ്. കീ എടുക്കുക, ഇത് തുറക്കണം, ഇതിന്റെ ഉള്ളിൽ ഇവിടെ ഒരു എലങ്കി ഉണ്ട്, അതെടുത്തിട്ട് അപ്പുറത്തെ സൈഡ് തുറക്കണം. ഇപ്പൊ ഇവിടെ വരുവാണെങ്കിൽ അപ്പൊ കീ എടുത്ത് അലങ്കി എടുക്കുക, ഇത് തുറക്കുക. അതിന്റെ ഉള്ളിലാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഒരു കാര്യം തീരുമാനവും ഒരു ഡിസൈൻ ഫ്ലോ ആയിട്ടാണ് തോന്നി. എമർജൻസി പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് എയ്ഡ് കിറ്റ് പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യാനുള്ള ആ ഒരു ഇതിലാണ് എടുക്കേണ്ടത്. പക്ഷെ ഇത് നേരെ തിരിച്ചാണ്. ഈവൻ സീറ്റ് തുറക്കണമെങ്കിൽ കൂടി അലങ്കി എടുത്തിട്ട് വേണം. സീറ്റ് തുറക്കണമെങ്കിലും അലങ്കി ഒഴിച്ചു വിടുക. ഇതിന്റെ ആകെ ഒരു മൗണ്ടിങ് 2
ക്ലിപ്പ് ഇവിടെ ഉണ്ട് താഴെ, 2 ക്ലിപ്പ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സീറ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കമുണ്ടെന്നോ? ആ ഒരു ഡിസൈൻ ഫ്ലോ കാരണം സീറ്റ് ഒരു ഇളക്കമുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്ത ഞാൻ ഒരു മെയിൻ കൺസേൺ പുള്ളിയോട് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പുള്ളിയുടെ അലോയ് ഒരിക്കൽ കുഴിയിലും ഉണ്ടാവണം. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ശരി. ആർക്കും വരലെന്ന് തന്നെ ഇരിക്കട്ടെ, കുഴിയിൽ വീണാണ്. ഞാൻ ഒരു നൈറ്റ് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് അതിലെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് ഇവിടെ താഴെ കൊടുക്കാം, അത് കാണിച്ച വണ്ടിയുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടു. നൈറ്റ് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കുഴി കണ്ടു. ഞാൻ ഒരു 40-50 ആ ഒരു സ്പീഡേ ഉള്ളൂ, 50 to 60 ഓർമ്മയില്ല, 60-60 അടിയിൽ. അവര് നോർമൽ ഒരാളുടെ യൂസറിന്റെ സ്പീഡാണ് ഒരു ഓപ്പൺ റോഡില്. കുഴി കണ്ടു, റിയാക്ഷൻ ടൈം ഒന്നും കിട്ടിയില്ല. ഞാൻ ഫസ്റ്റ് എന്റെ ഫ്രണ്ട് ടയർ ഞാൻ വെട്ടിച്ച് ചാടിച്ച് അപ്പുറത്താക്കി, കുഴിയിൽ വീണില്ല. പക്ഷെ ആ ബാക്ക് ടയർ പോയി കുഴി വീണു. കുഴി വീണിട്ട് ആ വീഡിയോ കണ്ട പോലെ ഇവിടുന്ന് ബെൻഡ്, ഉള്ളിൽ ക്രാക്ക് വീണു. ഉള്ളിൽ ക്രാക്ക് പിന്നെ അറിഞ്ഞത് ബെൻഡായി, ഇവിടെ എയർ ലീക്ക് വന്നു. ഞാൻ റോഡ് കിടന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പിന്നെ ആരെയും വിളിച്ച് നോക്കാൻ നിന്നില്ല, എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി വണ്ടി അവിടെ വെച്ചു. എത്ര മണിക്കാണ് സംഭവം നടക്കുന്നത്? 11:45 രാത്രി. ഞാൻ ആരുമില്ലായിരുന്നു, എന്റെ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ്. ആരെ വിളിച്ചു, പുറകെ വന്നു. എന്നിട്ട് വണ്ടി നിന്നോണ്ടാ ഓടിച്ചു പോയത്. ഒരു 1.5 കിലോമീറ്റർ ഞാൻ നിന്ന് ഓടിച്ചു, പുറകില് വെയിറ്റ് പിന്നെ ഇനി ബെൻഡ് ആക്കണ്ടല്ലോ നിന്ന് ഓടിച്ചു. 1.5 കിലോമീറ്റർ നിന്ന് ഓടിച്ചു. സെക്കൻഡ് ഡേ സർവീസ് സെന്ററിൽ RSA വിളിച്ചു, വണ്ടി വന്ന് എടുത്തോണ്ട് പോയി. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ ഷോറൂമിലേക്കാണ് കൊണ്ടുപോയത്, സർവീസ് സെന്റർ കോണ്ടന്റ് കണ്ണൂർ. സർവീസ് സെന്ററിന്റെ പ്രശ്നമൊന്നുമല്ല, സർവീസ് സെന്റർ നല്ല പക്കയാ, അവര് നല്ല രീതിയിൽ ഡീൽ ചെയ്തു. പക്ഷെ ഇൻഷുറൻസ് പാർട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ICICI ലൊംബാർഡാണ് എടുത്തത്. അത് വണ്ടി വാങ്ങിക്കുമ്പോ വണ്ടി മേടിച്ചപ്പോ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് ഇതുവരെ എനിക്ക് 0 ക്ലെയിമാ, ഇതുവരെ ക്ലെയിം ചെയ്തിട്ടേ ഇല്ല. അലോയ് ക്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കി, അലോയ് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഞാനൊരു ഷോറൂമിൽ കൊടുത്തപ്പോ ഇവര് പറഞ്ഞു 10,000 രൂപയോ. ഞാൻ ഫസ്റ്റ് ഓർത്ത് ക്ലെയിം ചെയ്യണ്ട, ഇത്ര നാള് 0 ക്ലെയിം അല്ലേ, ബോണസ് അത് കട്ട് ചെയ്യണ്ടല്ലോ ഓർത്ത് എല്ലാം 3,000-4,000 ആണെന്നോ ഞാൻ ഓർത്ത്. 10,000 ബില്ലിട്ട് നോക്കി, കുഴപ്പമില്ല, ഇത്ര നാള് ഷോറൂമിൽ നിന്ന് സർവീസ് എഴുതാണ്, ഇൻഷുറൻസ് എടുത്തിട്ടില്ല, ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്ന് വെച്ചു. അവര് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു, ഞാൻ ഓഫീസിൽ ഇരിക്കുക, അവരൊരു കോൾ വന്ന് പറയാ we are rejecting your insurance. Why? What is the evidence that you met with an accident? പിന്നെ നമ്മളിരുന്ന് അടിച്ചുണ്ടാക്കിയാണ് കുഴി. അവര് പറഞ്ഞു വണ്ടിയിൽ വേറെ സ്ക്രാച്ച് ഇല്ല, ഫ്രണ്ട് ടയർ പ്രശ്നമില്ല, വൈ ഓൺലി ബാക്ക് ടയർ. എനിക്ക് അങ്ങ് ദേഷ്യം വന്നു. അതിന്റെ മേളിൽ വേറൊരു കോമഡി പറഞ്ഞു, ഇഫ് യു ഹാഡ് ഫോളൻ ഡൗൺ, ഇഫ് യു ഹാഡ് എനി ഇഞ്ചുറീസ്, then you could have claimed the insurance. അവരുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഇഞ്ചറിയോ ആക്സിഡന്റ് പറ്റണം, എന്നാൽ മാത്രമേ ക്ലെയിം അപ്രൂവ് ചെയ്യാൻ പറ്റൂ, എന്നാലേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഞാൻ ഓഫീസിൽ ഇരിക്കുക. സോ യു വാണ്ട് യുവർ കസ്റ്റമേഴ്സ് to meet with an accident, you want your customers to get hurt, അതാണോ നിങ്ങളുടെ മെയിൻ എയിം? എന്നാലേ നിങ്ങളുടെ ആ കോട്ട മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ ഞാൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു, ഇൻഷുറൻസ് എടുക്കുന്നില്ല. ഷോറൂമിലും പിന്നെ ഹോണ്ടന്റെ ബിഗ് വിങ്ങിന്റെയും ഹൈനസിന്റെയും ഗ്രൂപ്പിൽ ചോദിച്ചപ്പോ അവര് ഇങ്ങനെ ബാലാജി ടയർ വർക്ക്സ് ശിവാജി നഗറിലുള്ള റിപ്പയർ ചെയ്യണത്, ബെൻഡ് അലോയ് റിപ്പയർ, ബ്രോക്കൺ അലോയ്. ഇത് വലിയ ബെൻഡ് ഇല്ലായിരുന്നു, ജസ്റ്റ് ബെൻഡ് ആയിരുന്നു. പക്ഷെ ഷോറൂമിൽ അവര് റീപ്ലേസ്മെന്റ് അവരാണ്, ഫിക്സിംഗ് അല്ല, റീപ്ലേസ്മെന്റ് ഷോറൂമില്. അപ്പൊ ചെറിയൊരു ബെൻഡ് ആയിരുന്നു. ഞാൻ ഷോറൂമിൽ തന്നെ ടയർ ഊരി പുള്ളി കൊടുത്തു. അവര് ഒരു 1,700 രൂപയ്ക്ക് അവര് ടയർ തുറന്ന് നോക്കിയപ്പോ ഉള്ളിൽ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ഹെയർലൈൻ ക്രാക്ക്. അതും ഫിക്സ് ചെയ്തു. ഒരു 1,700 രൂപയ്ക്ക് പെയിന്റും അടിച്ചു. ഇപ്പം വണ്ടി ഇത് നോക്കി കഴിഞ്ഞാൽ ബെൻഡ് ഉണ്ടായിരുന്നോ, ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നോ ഒന്നും അറിയില്ല. നോർമൽ ഒരു കമ്മ്യൂട്ടിന്റെ ഇടയ്ക്ക് പറ്റണ ഒരു കാര്യം മനസ്സിലായി. അത് ഈ ICICI ഇങ്ങനെ ഒരു വേ ഓഫ് ഡീലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ICICI എടുക്കുന്നില്ല. ബാക്കി ഇൻഷുറൻസ് എനിക്ക് അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ശരിയാണ്. അപ്പൊ ഇപ്പൊ അത് റിപ്പയർ ചെയ്തു, വേറെ വിഷയമൊന്നുമില്ല. 1,700 എത്ര ദിവസം ചെയ്തു? 5 hours. രാവിലെ കൊടുത്ത് വൈകുന്നേരം കിട്ടി. ഞാൻ ഇവിടുന്ന് പോർട്ടർ അയച്ചു, പോർട്ടർ അയച്ചു, അവർ ഫിക്സ് ചെയ്ത് തിരിച്ച് പോർട്ടർ ചെയ്തു. അടിപൊളി. അപ്പൊ നിങ്ങൾ ഈ കണ്ട വീഡിയോ 2021 ഡിസംബർ മോഡൽ ഒരു CB350 ഓണർ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി
താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ. Bye.